30 വയസ്സിനോട് അടുപ്പിച്ച പ്രായമുള്ള 3 സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ ആ ഒരു സമയത്ത് നടക്കുന്ന രസകരമായ സംഭവങ്ങൾ പറഞ്ഞ ഒരു കഥയാണ് 2021 റിലീസായ ഹൗ ടു ബി 30. രസകരമായ കഥയാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ജീവോണിനെ കാണിച്ചുകൊണ്ടാണ്. ജീവോൺ വെബ് ബേസ്ഡ് കാർട്ടൂണിസ്റ്റ് ആണ്, അതായത് ഓൺലൈനായി കാർട്ടൂൺസ് തയ്യാറാക്കുന്ന ഒരു ആർട്ടിസ്റ്റ്. പുള്ളിക്കാരി കരിയർ പരമായി നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ആൾക്ക് ഇതുവരെ ഒരു റിലേഷൻ സെറ്റ് ആയിട്ടില്ല, അതായത് ലൈനൊന്നും ഇതുവരെ ആയിട്ടില്ല. ജീവോണിനാകട്ടെ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ആണുള്ളത്. ഒന്ന് യങ് എന്ന ഒരു പെൺകുട്ടി. യങ് ഒരു കഫേ നടത്താണ്. ജോ ആകട്ടെ റേഡിയോയിലും വർക്ക് ചെയ്യുന്നു. ഇവർക്ക് രണ്ടുപേർക്കും മുന്നേ പറഞ്ഞ ജീവോണിനെ പോലെ തന്നെ പ്രായം 30 വയസ്സോളം ആയെങ്കിലും ഇതുവരെ ഒരു ലൈനും സെറ്റ് ആയിട്ടില്ല. 3 പേരും ഒരേ തോണിയിലെ യാത്രക്കാരാണ് എന്നത് തീർച്ച. 3 പേർക്കും പക്ഷെ അവരുടെ ലൈഫ് പാർട്ട്ണർ ആകേണ്ട ആളിനെ പറ്റി 3 തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ഒരാൾക്ക് നല്ല സമ്പന്നനായ ഒരാളെയാണ് വേണ്ടതെങ്കിൽ മറ്റൊരാൾക്ക് നല്ല ക്യാരക്ടർ ആയിരിക്കണം, വേറൊരാൾക്കോ ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം. അങ്ങനെ 3 പേരും 3 ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. അങ്ങനെ ഇരിക്കെയാണ് ജീവോൺ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എഡിറ്ററായി പുതിയ ഒരാൾ എത്തുന്നത്. ആള് പുതിയതാണെങ്കിലും ഇവർ മുൻ പരിചയക്കാരാണ്. ആളുടെ പേര് ലീ എന്നാണ്. ലീയും ജീവോണും പണ്ട് ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചവരാണ്. കൂടാതെ ആ ഒരു സമയത്ത് ഇവർക്കിടയിൽ ഒരു റിലേഷനും ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഇവർക്കിടയിൽ കോണ്ടാക്ട് ഇല്ലാതെ ലീ അവിടെ നിന്ന് മാറി പോവുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇത്രയും നാളുകൾക്ക് ശേഷം കാണുമ്പോഴും ലീയെ തിരിച്ചറിയുന്ന ജീവോണിന് അവൾക്ക് അവനോട് തോന്നുന്ന അട്രാക്ഷൻ മറച്ചു പിടിക്കാൻ കഴിയുന്നില്ല. അതേപോലെ തന്നെ അവനും അവളോട് വളരെ കാര്യമായി തന്നെ പെരുമാറുന്നു. അതിന്റെ ഇടയിൽ റാൻജോ ആകട്ടെ യങ്ങിന്റെ കഫേയിലേക്ക് ബ്ലൈൻഡ് ഡേറ്റിന് ഒരാളെ വിളിച്ചുകൊണ്ട് പോകുന്നു. അവിടെ ഇരുന്ന് നല്ല ഡ്രിങ്ക്സ് അടിച്ച് ഫുഡ് കഴിച്ച് ആകെ പട ഫിറ്റ് ആവുന്ന ടീം റാൻജോ ആ ബ്ലൈൻഡ് ഡേറ്റിന് വന്ന ആളുമായി ഒരു ഹോട്ടലിലേക്ക് വരെ പോകുന്നുണ്ട്. പക്ഷെ അടുത്ത ദിവസം രാവിലെ അവൾ ഉറക്കം എണ്ണിക്കുമ്പോഴേക്കും പുള്ളിക്കാരനെ കാണുന്നില്ല. അവൾക്കാണെങ്കിൽ ഒരു മണിക്കൂർ മാത്രം സംസാരിച്ച് പരിചയമുള്ള ആ ഒരാളുടെ കൂടെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന ഒരു തോന്നലുണ്ടാവുന്നു. എന്തായാലും ഇവര് രണ്ടുപേരും ഈ നടന്ന കാര്യങ്ങൾ യങ്ങിനോട് പറയാനായി പോകുന്നുണ്ട്. യങ്ങിനെ പക്ഷെ അവളുടെ കഫേയിൽ കാണുന്നില്ല. അവളെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവൾ വളരെ അപ്സെറ്റ് ആയി ഒരു സ്ഥലത്ത് തനിയെ ഇരുന്ന് ഡ്രിങ്ക്സ് അടിക്കുന്നതാണ് കാണുന്നത്. എങ്ങനെ കോളേജിൽ പഠിക്കുമ്പോൾ വളരെ സീരിയസ് ആയ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആള് എങ്ങനെ പറഞ്ഞു പറ്റിച്ച് മറ്റൊരു പെൺകുട്ടിയുമായും റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് കണ്ട് യങ് ആകെ തകർന്ന് അതിനുശേഷം പ്രണയിക്കാനായി മടിച്ച് പേടിച്ച് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. അവൾക്ക് ആഗ്രഹമുണ്ട് നല്ലൊരു പയ്യനെ കിട്ടിയാൽ പ്രണയിക്കണമെന്ന്. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ ആകെപ്പാടെ പേടി. ഇതേ സമയം ജീവോൺ ലീയോട് ജോലി സ്ഥലത്ത് തന്നെ പരിചയമുള്ളതുപോലെ ഭാവിക്കേണ്ട, കാരണം ഓഫീസിലെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ഓൺലൈൻ കാർട്ടൂണിസ്റ്റ് ആയ ജീവോന്റെ കീഴിലാണ് ലീ വരുന്നത്. അതുകൊണ്ട് തന്നെ ലീ തന്നോട് വളരെ സ്വാതന്ത്ര്യത്തിലൊക്കെ പെരുമാറുന്നത് സബോർഡിനേറ്റ്സിന്റെ ഉള്ളില് തന്റെ വില കുറയ്ക്കുമോ എന്ന ഒരു പേടി ജീവോണിനുണ്ട്. അതുകൊണ്ടാണ് അവൾ ആ മടി കാണിക്കുന്നത്. എന്തായാലും ഓഫീസിൽ വെച്ച് അന്ന് വളരെ റൂഡായി അവനോട് അതിനെപ്പറ്റി സംസാരിച്ച അവൾ ഇപ്പോഴേ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അവനെ ഫോൺ വിളിച്ച് അതിന്റെ പേരിൽ മാപ്പ് പറയുന്നു. ഇവര് തമ്മിൽ ഇപ്പോ വീണ്ടും കണ്ടപ്പോ പണ്ടത്തെ ആ ഒരു ഇഷ്ടം പൊടിതട്ടി എടുക്കണമെന്ന് 2 പേർക്ക് ഉള്ളിലുണ്ടെങ്കിലും അതങ്ങനെ തുറന്നു പറഞ്ഞ് അവര് അങ്ങനെ പ്രണയിക്കാൻ ആരംഭിച്ചിട്ടില്ല. 2 പേർക്കും ഇടയിൽ ഇപ്പോഴും ചെറിയൊരു അകൽച്ചയുണ്ട്. ഏത് സമയത്തും ഇല്ലാണ്ടാവാൻ സാധ്യതയുള്ള ഒരു ചെറിയ അകൽച്ച. അങ്ങനെ ഇരിക്കുകയാണ് വേറൊരു സംഭവം നടക്കുന്നത്. ഇടയ്ക്ക് വെച്ച് റാൻജോ ഒരാളുമായി ബ്ലൈൻഡ് ഡേറ്റിന് പോയിട്ടുണ്ടായിരുന്നല്ലോ. അവന്റെ പേര് ഹ്യുങ് എന്നാണ്. ഹ്യുങ് ഇപ്പോ യങ്ങിന്റെ കഫേയില് ജോലിക്ക് കയറിയിരിക്കുന്നു. യങ്ങിന്റെ കഫേയിലേക്ക് എത്തുന്ന സമയത്ത് റാൻജോ ഹ്യുങ്ങിനെ അവിടെ കാണുമ്പോഴാണ് കാര്യം മനസ്സിലാക്കുന്നത്. അവൾക്ക് ഒരു വല്ലാത്ത ചമ്മൽ അവന്റെ ഫേസ് ആൻഡ് ഓൾറെഡി അവനോട് ബ്ലൈൻഡ് ഡേറ്റിന് പോയി കഴിഞ്ഞപ്പോ തന്നെ വേണ്ടായിരുന്നു, ശരിയായില്ല എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവനെ കണ്ടില്ലെങ്കിലും ഇപ്പൊ ഇവിടെ ഇങ്ങനെ അവനെ കാണുമ്പോ ആകെപ്പാടെ അവൾക്ക് ചമ്മൽ. പക്ഷെ ഹ്യുങ് ആകട്ടെ റാൻജോനെ കാണുമ്പോ വളരെ കാര്യമായിട്ട് വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഇതേ സമയം ജീവോൺ ലീയുടെ കൂടെ അവരൊന്നിച്ച് പഠിച്ചിരുന്ന സ്കൂളിലേക്ക് അവൻ വിളിച്ചത് പ്രകാരം പോകുന്നു. അവിടെ പോയി ചുമ്മാ മിണ്ടിയും പറഞ്ഞും ഓരോ ഓർമ്മകൾ പങ്കിട്ടും ഇരിക്കുന്നതിന്റെ ഇടയിൽ ഒടുക്കം ലീ അവളെ ഡേറ്റിന് ക്ഷണിക്കാണ്. അവളും അവന്റെ കൂടെ ഇങ്ങനെ ഇവിടെ പണ്ടത്തെ ഓർമ്മകൾ അയവിറക്കിയിരുന്ന ആ ഒരു നൊസ്റ്റാൾജിയുടെ പുറത്ത് അവൻ വിളിച്ചടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ഇവർ ഒന്നിച്ച് അന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യാണ്. 2 പേരും ഒന്നിച്ചൊരു ഹോട്ടലിലുള്ളപ്പോ ലീ പതിയെ ഉറക്കമായി കഴിഞ്ഞ് ജീവോൺ ലീയുടെ നമ്പറിലേക്ക് ഒരു പെൺകുട്ടിയുടെ കോള് വരുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അത് ആരാണെന്നൊരു ക്യൂരിയോസിറ്റി അവളുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിലും കൂടുതൽ ചെകയാൻ നിൽക്കുന്നില്ല. എന്നിട്ട് അടുത്ത ദിവസം അവൾ വളരെ എക്സൈറ്റഡ് ആയി തന്റെ ലൈഫിൽ നടന്ന അപ്ഡേറ്റ് കൂട്ടുകാരികളോട് പറയാനായി യങ്ങിന്റെ കഫേയിലേക്ക് വരുന്നു. യങ്ങിന്റെ കഫേയിലാണല്ലോ ഇവര് 3 പേരും മിക്കവാറും ഒത്തുകൂടുന്നത്. അവിടെ എത്തുമ്പോഴാണ് അവിടുത്തെ സ്റ്റാഫ് ഹ്യുങ്ങിനെ കണ്ട് പരുങ്ങുന്നത് ജീവോൺ ശ്രദ്ധിക്കുന്നത്. കാര്യം ചോദിക്കുമ്പോൾ ഇതുപോലെ ഞാൻ ഡേറ്റിന് പോയ പയ്യനാണ് അവന് എന്നെക്കാളും ഒരു 6 വയസ്സ് ഇളയതാ. എനിക്ക് 30 വയസ്സില്ലേ, അവന് 24 വയസ്സേ ഉള്ളൂ. ഞാനത് ബ്ലൈൻഡ് ഡേറ്റിന് പോകുമ്പോ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വെച്ച് ഇവനെ കണ്ടപ്പോഴാണ് ഞാൻ ആ കാര്യം അറിയുന്നത്. എനിക്ക്
ആകെ പടവല്ലാത്ത ശമ്പളം റാഞ്ചു പറയുമ്പോ അതിലും വലിയൊരു കാര്യം തന്റെ ലൈഫിൽ നടന്നു എന്ന് പറഞ്ഞ് ലീയുടെ കൂടെ ഒന്നിച്ചൊരു ഹോട്ടലിൽ ടൈം സ്പെൻഡ് ചെയ്ത കാര്യമൊക്കെ ജീവോൺ പറയുമ്പോ അവൻ ജെനുവിൻ ആണോ? നിന്നെ പണ്ട് സ്കൂളിൽ വെച്ച് പ്രേമിച്ചിട്ട് ഒരു വാക്കും മിണ്ടാതെ പോയവനല്ലേ? കൂടാതെ നീ കഴിഞ്ഞ ദിവസം അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവന്റെ എന്തെങ്കിലും വിവരം ഉണ്ടോ? വളരെയധികം അടുത്ത ശേഷം കോൺടാക്ട് ഒന്നും വെക്കാൻ ഒരാണ് തയ്യാറായില്ലെങ്കിൽ അവനെ വളരെ സൂക്ഷിക്കണം. അവനൊരു ഫ്രോഡ് ആയിരിക്കും എന്നെല്ലാം റാഞ്ചു ജീവോണിനെ ഉപദേശിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ജീവോണിന് വല്ലാത്ത ഒരു പേടിയാവുന്നു. അത്രയും നേരം ഉണ്ടായിരുന്ന സന്തോഷം എല്ലാം മാറുന്നു. ശരിയാ, താൻ ലീയുടെ കൂടെ വളരെയധികം അടുത്തിടപെട്ടിട്ടും പിന്നെ ഇപ്പൊ തന്നെ കാണാതെ അവൻ തന്നെ ഒന്ന് വിളിക്കുന്നില്ലല്ലോ എന്ന് അവൾക്ക് ടെൻഷൻ ആവുന്നു. അവളുടെ ടെൻഷൻ സത്യം തന്നെയായിരുന്നു. കാരണം ലീ അവളെ ചതിക്കുകയാണ്. അവൻ ജോലി സ്ഥലത്ത് ഒരു പെണ്ണ്, അല്ലാത്ത സമയങ്ങളിൽ മറ്റൊരു ഗേൾ ഫ്രണ്ട് എന്ന രീതിയിൽ വേറൊരു പെണ്ണുമായും റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ പെണ്ണ് തന്നെയാണ് കഴിഞ്ഞ ദിവസം അവന്റെ ഫോണിലേക്ക് വിളിച്ചതും. പിന്നീട് ഏതാണ്ട് 2 ദിവസത്തോളം ലീയുടെ ഒരു വിവരവും ജീവോണിന് ഉണ്ടായിരുന്നില്ല. ജോലി സ്ഥലത്തും അവൻ വന്നില്ല, ഇങ്ങോട്ട് വിളിച്ചില്ല. അങ്ങോട്ട് വിളിക്കാൻ ഇവൾക്ക് ഒരു മടി. ഇവൾ അതിന്റെ ടെൻഷനിൽ ഇരിക്കുമ്പോഴെല്ലാം ഇവരുടെ പുതിയ പ്രോജക്റ്റിന്റെ ഭാഗമായി ഇവൾക്ക് ഹൂൻ എന്ന ഒരാളെ കാണേണ്ടി വരുന്നു. അയാളായിട്ട് ഇവളെ കാണുമ്പോഴെല്ലാം വല്ലാത്തൊരു നോട്ടം നോക്കുന്നത് പോലെ ഇവളാകെ ഡിസ്റ്റർബ്ഡും ആവുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ, യങ് കോളേജിൽ പഠിക്കുമ്പോൾ അവൾക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. ആൾ അവളെ പറ്റിച്ചത് കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചതാണെന്ന്. പുള്ളിക്കാരന്റെ ഇടയ്ക്കിടെ എങ്ങനെ വന്നു കണ്ട് വീണ്ടും ക്ഷമ പറഞ്ഞ് ബന്ധം പുതുക്കാനൊക്കെ ഇത്രയും വർഷത്തിന് ശേഷം ശ്രമിക്കുന്നുണ്ട്. അവൾ അയാളെ കാണുമ്പോഴെല്ലാം ആട്ടി ഓടിക്കുന്നു എന്ന് മാത്രമല്ല, ഇപ്പതേ ലാസ്റ്റ് ആയിട്ട് അവളുടെ കഫേയിലേക്ക് അയാൾ കയറി വന്നപ്പോ തലവഴി ഐസിന്റെ ബക്കറ്റ് കാമത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. മേലാൽ തന്റെ പുറകെ വന്നു പോരുതെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞതുകൊണ്ട് ഇനിയും ക്ഷമയില്ലാതെ ലീയെ അങ്ങോട്ട് വിളിക്കുന്ന ജീവോൺ അവനെ ഞൊടിയിടയിൽ തന്റെ മുന്നിൽ കണ്ട് ആകെ ഞെട്ടിപ്പോന്നു. അവള് ഫോൺ ചെയ്യുമ്പോ തന്നെ അവൻ അവളെ തേടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് അവളെ വളരെ സർപ്രൈസ് ചെയ്യുന്നു. കൂടാതെ വളരെ സെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ആർക്കും ഒരു ദേഷ്യവും ഇല്ലാതെ അവനെ തീർത്തും ഇഷ്ടപ്പെടാനായി തോന്നുന്ന രീതിയിലെ വാക്കുകളായിരുന്നു അവന്റെ വായിന്ന് വരുന്നത്. അത്രയ്ക്ക് പഞ്ചാര നന്നായി അടിക്കാൻ അറിയാവുന്ന ഒരു പയ്യനാണ് അവൻ. ആ വാക്കുകളും കൂടി കേൾക്കുമ്പോൾ അവളുടെ കാര്യം പറയണോ? അങ്ങനെ തുടർന്ന് കുറച്ചു ദിവസം നല്ല ഹാപ്പിയായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇവർ ഓഫീസിലെ ഒരു പുതിയ ഷോ പ്രീമിയർ ചെയ്യുന്ന ദിവസം അത് കാണാനായി പോകുമ്പോ അവിടെ വെച്ചും മുന്നേ ഞാൻ പറഞ്ഞ ഹൂനിനെ ജീവോൺ കാണുന്നുണ്ട്. അപ്പോഴും അയാൾ ഇവളെ ഒരുമാതിരി നോക്കുന്നത് കണ്ട് ഇവൾക്കാകെ വല്ലാത്ത ബുദ്ധിമുട്ട്. എന്തായാലും കൂടെ ലീ ഉള്ളത് കൊണ്ട് അവൾ ആ ഷോ ഫുള്ള് ഇരുന്ന് കണ്ട് തിരിച്ച് അവന്റെ കൂടെ കാറിൽ വരാനായി കാറിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അവൾക്ക് ഒരു കീ ചെയിൻ കിട്ടാണ്. ഒരു ഹാർട്ട് സിംബലോട് കൂടി കീ ചെയിൻ. അതിൽ ലീയുടെയും പിന്നെ ലീയുടെ ഫോണിലേക്ക് മുന്നേ കോള് വന്നില്ല, ഒരു പെൺകുട്ടിയുടെ പേര് ഹൈറയുടെയും ഇനീഷ്യൽസ് ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൾ അത് കണ്ടിട്ടും ഒന്നും തന്നെ ലീയോട് ചോദിക്കുന്നില്ല. വെറുതെ താൻ ഒരു ടോക്സിക് ഗേൾ ഫ്രണ്ട് ആണെന്ന് അവൻ തെറ്റിദ്ധരിക്കേണ്ട എന്ന് കരുതി. അവനാകട്ടെ അവളോട് ഫോണിൽ എന്തോ കാണിച്ചു കൊടുത്ത് സംസാരിക്കുമ്പോ ഹൈറയുടെ കോൾ അതിൽ വരുന്നു. ഇതും കൂടി ആയപ്പോ അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആരേ ഹൈറ, എന്താ ഇതിന്റെ ഒക്കെ അർത്ഥം എന്നെല്ലാം ജീവൻ ചോദിക്കുമ്പോ ഹൈറ മുന്നത്തെ എന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞങ്ങൾക്കിടയിൽ ഒരു റിലേഷനും ഇല്ല, ഞാൻ അവളെ ബ്രേക്കപ്പ് ചെയ്തെന്ന് ലീ ഒരു കള്ളം ജീവനോട് പറയുമ്പോ അവൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നു. എന്തെങ്കിലും അതിനിടയില് റാഞ്ചു അവൾ ഫസ്റ്റ് ഇങ്ങനെ ബ്ലൈൻഡ് ഡേറ്റിന് പോയ ഹ്യുങ് അവളെക്കാളും ഇളയ ഒരു പയ്യനാണ് എന്നറിഞ്ഞതിന് ശേഷം ആകെപ്പാടെ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലാണല്ലോ. അവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് യങ്ങിന്റെ കഫേയിൽ പോകുമ്പോ അവൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ബുദ്ധിമുട്ട് മാറ്റാനായി കഫേയിലേക്ക് തന്നെ അവൾ പുതിയ ഒരാളുമായി ചെല്ലുന്നു. അവനെ കാണിക്കാനായിട്ടാണ് അവൾ പോകുന്നത്. ആളാകട്ടെ ഇവളെക്കാള് കുറച്ചുകൂടെ പ്രായമൊക്കെ ഉള്ള ഒരു സക്സസ്ഫുൾ ആയ ഒരു ബിസിനസ്മാൻ തന്നെയാണ്. ഞാനൊരു നിന്റെ കൂടെ ഡേറ്റിന് വന്നു എന്ന് കരുതി മനസ്സിൽ വേണ്ടാത്ത എക്സ്പെക്ടേഷൻ ഒന്നും കൊണ്ട് നടക്കണ്ട, എനിക്ക് നിന്നോടൊരു താല്പര്യം ഇല്ലാന്ന് ഹ്യുങ്ങിന്റെ ഉള്ളിൽ വരുത്താനായിട്ടാണ് റാഞ്ചു അത് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അത് ചെയ്തു എന്നേ ഉള്ളൂ. അവള് വിചാരിച്ചതുപോലെ ഹ്യുങ്ങിന്റെ കൂടെ ഡേറ്റ് ചെയ്തപ്പോ കിട്ടിയ യാതൊരു സന്തോഷവും ഈ ഒരു ഡേറ്റിന് പോയപ്പോ കിട്ടിയിരുന്നില്ല. വളരെ ബോറിങ്ങും അവളുടെ മനസ്സിൽ തീരെ സന്തോഷവും ഉണ്ടായിരുന്നില്ല. അവൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കാതെ അത് വേണ്ടെന്ന് വെച്ച് നേരെ തിരിച്ച് വീണ്ടും മനസമാധാനത്തിന് കഫേയിലേക്ക് എത്തുന്നു. അവിടെ ഹ്യുങ്ങിനെ കാണുമ്പോ അവൻ അവളെ ആശ്വസിപ്പിക്കാണ്. അപ്പോ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവന്റെ പ്രസൻസ് ആണ് തന്റെ മനസ്സിന് നല്ല സന്തോഷം തരുന്നതെന്ന്. പ്രായവ്യത്യാസമൊന്നും ഒരു കാര്യമല്ല എന്ന് അവൾക്ക് തോന്നുന്നു. പക്ഷെ അവൾ അതിനെപ്പറ്റി കൂടുതലായി അവനോടൊന്നും സംസാരിക്കുന്നുമില്ല. ഇതേസമയം ഓഫീസിലേക്ക് പോകുന്ന ജീവോൺ ലീ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലൊരു കൂട്ടിയും കുറച്ചിടുകയാണ്. ബ്രേക്കപ്പ് ആയെങ്കിൽ എന്തിനാ ഇടയ്ക്കിടെ വിളിക്കുന്നത്, എന്തിനാ അവളുടെ ഓർമ്മകളായി പലതും ഇവൻ സൂക്ഷിക്കുന്നത് എന്നെല്ലാം ചിന്തിച്ച് പോകുന്ന അവളെ ലീ ആകട്ടെ വീണ്ടും വീണ്ടും മയക്കെടുക്കാനുള്ള അവന്റെ കഴിവ് കൊണ്ട് വളച്ചൊടിച്ച് കുപ്പിയിലാക്കി വെച്ചോണ്ടിരിക്കുകയാണ്. ഇതെല്ലാം മാറി നിന്ന് ഓഫീസിലേക്ക് എത്തുന്ന ഹൂനും കാണുന്നുണ്ട്. അവൻ നൈസായി ഒരു അവസരം കിട്ടുമ്പോ ജീവനോട് ബോയ് ഫ്രണ്ടിന്റെ പറ്റീരറിയാതെ അവന്റെ വലയിൽ പെട്ടുപോയ ഒരു പാവം ഗേൾ ഫ്രണ്ടിന്റെ കഥ പറയുന്നുണ്ട്. ഈ പറയുന്ന കഥയിലെ നായിക താനാണോ എന്നൊരു ഡൗട്ട് ജീവന് വരുന്നുണ്ട്. പക്ഷെ അവൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും ഹൂനോട് സംസാരിക്കാൻ കഴിയും മുന്നേ അങ്ങോട്ടേക്ക് ലീ വരികയും പിന്നീട് ആ ടോക്ക് അങ്ങ് അവസാനിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഇടയിൽ റാഞ്ചുവിനെ ഹ്യുങ് വളരെയധികം നന്നായി കൺവിൻസ് ചെയ്യുന്നു. അവൾ വിചാരിക്കുന്ന പോലെ യാതൊരു ഇൻസെക്യൂരിറ്റി
സിൻസിയറിറ്റിയും അവർക്കിടയിലുള്ള റിലേഷനിൽ ഇല്ല എന്ന് അവൻ അവളെ ബോധ്യപ്പെടുത്തിയെടുക്കുകയാണ്. അവനോട് തോന്നിയ ഒരു ഇഷ്ടം പറയാനായി ആദ്യം അവൾക്കൊരു മടി ഉണ്ടായിരുന്നെങ്കിലും അവൻ തന്നോട് കാണിക്കുന്നത് വളരെ സത്യസന്ധമായ ഇഷ്ടമാണെന്ന് തിരിച്ചറിയുമ്പോൾ അത് തുറന്നു പറയാതെ അവൾക്കും വേറെ വഴിയില്ല. അങ്ങനെ ഇവിടെ ഹാപ്പിയായി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് തന്റെ റിലേഷനിലെ പ്രശ്നങ്ങളെ പറ്റി കൂട്ടുകാരോട് ഡിസ്കസ് ചെയ്യാനായി കഫേയിലേക്ക് ജീവോൺ വരുന്നത്. അവിടെ അവൾ എത്തുമ്പോൾ അവളെ കാത്ത് അവിടേക്ക് ലീയുടെ ഗേൾ ഫ്രണ്ടും വരുന്നു. ആക്ച്വലി ഈ പെണ്ണും ലീയും റിലേഷനിലായിരുന്നുവെങ്കിലും പിന്നീട് ജീവോണിനെ കണ്ടുമുട്ടിയ ശേഷം ലീ ജീവോണിനെ സ്വന്തമാക്കാനായി ഇവളുമായി ബ്രേക്കപ്പ് ചെയ്യാനായി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ലീയുടെ പെരുമാറ്റത്തിൽ വന്ന മാറ്റമൊക്കെ ശ്രദ്ധിക്കുന്ന അവൾ ആരാണ് അതിന് കാരണം, ആരുടെ പുറകെയാണ് ഇവൻ എന്ന് കണ്ടെത്താനായി ശ്രമങ്ങൾ നടത്തിയാണ് ജീവോണിനെ കണ്ടുപിടിക്കുന്നത്. തുടർന്ന് ഇവിടെ എത്തി ജീവോണിനോട് ഞങ്ങൾ ബ്രേക്കപ്പ് ആവുന്ന നീ കരുതണ്ട, ഞാൻ അവനെ ഇട്ടിട്ട് പോവില്ല, മര്യാദയ്ക്ക് നീ അവനെ എനിക്ക് തന്നിട്ട് പൊക്കോ എന്നല്ല അവളോട് ഷൗട്ട് ചെയ്യുന്നു. ആ ഒരു സംഭവത്തോടെ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് എന്ത് തീരുമാനിക്കണം. തന്നോട് ഇപ്പൊ ഇഷ്ടമാണെന്ന് പറഞ്ഞ് തന്നെ സ്വന്തമാക്കാൻ നടക്കുന്ന ലീയെ അക്സെപ്റ്റ് ചെയ്യണോ, തന്നെ പണ്ട് ഇട്ടിട്ട് പോയതുപോലെ ഇപ്പൊ തനിക്ക് വേണ്ടി മറ്റൊരു പെണ്ണിനെ ഇട്ടിട്ട് വരുന്ന ലീയെ പ്രോത്സാഹിപ്പിക്കണം, ലീയെ ഉപേക്ഷിക്കണം, അവൻ നാളെ വേറൊരാൾക്ക് വേണ്ടി തന്നെ ഉപേക്ഷിക്കില്ല എന്ന് എന്ത് ഉറപ്പ് എന്നാകെ കൺഫ്യൂഷനില് ജീവൻ അവളുടെ താമസ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ലീ അവളെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൻ അവളെ കണ്ടപാടെ അവളെ കിസ് ചെയ്യുകയും വീണ്ടും അവന്റെ അടവ് പുറത്തെടുക്കുകയും ചെയ്യുന്നു. അടവെന്ന് പറഞ്ഞാല് ആളുകളെ നന്നായി മയക്കി സംസാരിക്കാനുള്ള ആ ഒരു കഴിവ്. അവളാകട്ടെ അവൻ പോയ ശേഷം ആകെ കൺഫ്യൂഷനിലാണ്. ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ വയ്യാതെ അവൾ ശരി ലോണ്ടറി കൊടുക്കാൻ പോവാം, ഒന്ന് പുറത്തിറങ്ങുമ്പോൾ മനസ്സൊന്ന് റിലാക്സ്ഡ് ആവുമെന്ന് കരുതി അതിന് പോകുന്ന സമയത്താണ് ആ ഒരു ലോണ്ടറി ഷോപ്പിന്റെ അവിടെ തന്നെ തന്റെ ലോണ്ടറി കൊടുക്കാനായി എത്തിയ ഹൂനിനെ കാണുന്നത്. ഹൂൻ ലീയുടെയും ജീവന്റെയും റിലേഷനെ പറ്റി ഒരു ടോക്ക് അവിടെ എടുത്തിടുന്നു. ഇയാൾ ഇത് പലതവണ ആയല്ലോ, തനിക്ക് എന്റെ റിലേഷനെ പറ്റി സംസാരിക്കേണ്ട കാര്യം എന്താ, അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാ, അതിലൊന്നും താൻ ഇടപെടേണ്ട കാര്യമില്ലാന്ന് അപ്പോഴത്തെ ദേഷ്യത്തിന് ഹൂനിനെ വായിൽ വന്നതൊക്കെ പറഞ്ഞ് അവളെ ദേഷ്യം പോകാനായി തുടങ്ങുമ്പോ ഹൂൻ അവൾ മറന്നു വെച്ച പാക്കറ്റ് എടുത്ത് നൽകുന്നു. ഒപ്പം തന്നെ അവളിപ്പോ അനുഭവിക്കുന്ന പോലെ ഇത്തരം സെയിം ഫീലിംഗിലൂടെ താനും കടന്നു പോയിട്ടുണ്ടായിരുന്നു. വളരെ ഇഷ്ടപ്പെട്ട ഒരാളെ പിന്നീട് തള്ളിക്കളയണോ ഇഷ്ടപ്പെടണോ എന്നറിയാത്ത ഒരു സിറ്റുവേഷൻ തനിക്കും ഉണ്ടായിട്ടുണ്ട് എന്നവൻ പറയാണ്. ഇതിനിടയിൽ റാൻജോന് അവളുടെ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങളൊക്കെ ആയി ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ വരുമ്പോഴെല്ലാം ഹ്യുങ്ങാണ് അവൾക്ക് വളരെ സപ്പോർട്ടീവായി കൂടെ അവളെ ചിയർ ചെയ്ത് നിൽക്കുന്നത്. അപ്പോഴേക്കും ആദ്യം ഇഷ്ടക്കേട് ഉണ്ടായിരുന്ന ഡൂഹുവിനോട് പതിയെ ജീവോൻ അടുക്കുന്നു. കാരണം രണ്ടുപേരും തുല്യ ദുഃഖിതരാകുമ്പോൾ അവർ തമ്മിലുള്ള വൈബ് കൂടുമല്ലോ. അവനങ്ങനെ അവളുമായി നല്ല കമ്പനി അടിച്ച് നടക്കുന്നു. ഇതിന്റെ ഇടയിൽ അവൾ പതിയെ ലീയ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനോട് കാര്യം നേരിട്ട് പറയുന്നില്ല. ഒടുക്കം അവൻ വിചാരിക്കുന്ന അറ്റൻഷൻ പണ്ടത്തെ പോലെ അവളിൽ നിന്ന് കിട്ടുന്നില്ല എന്ന അവസ്ഥയാവുമ്പോൾ അവൻ അവളോട് കാര്യം തിരക്കുന്നു. അവൾ അങ്ങനെ അവനോട് മുഖത്ത് നോക്കി അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൾ അറിഞ്ഞതെല്ലാം സത്യമാണെന്നും ആ ഒരു ഗേൾ ഫ്രണ്ട് ഉള്ളപ്പോൾ തന്നെ ഇവളുമായി ഡേറ്റ് ചെയ്യുന്ന ഇവൻ പിന്നീട് ഇവളെ സ്വന്തമാക്കണമെന്ന് തോന്നി ആ ഗേൾ ഫ്രണ്ടിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നതും അവൻ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരാളെ തനിക്ക് വേണ്ടെന്നും തന്നെ മുന്നേ ഉപേക്ഷിച്ച് പോയി എന്നിട്ട് വീണ്ടും തന്റെ ലൈഫിലേക്ക് വന്ന് വീണ്ടും തന്നോട് കള്ളം പറഞ്ഞ് നാളെ വീണ്ടും തന്നെ ഉപേക്ഷിച്ച് പോയില്ല എന്ന് ആര് കണ്ടു എന്ന അവളുടെ ചോദ്യത്തിന് മറുപടി അവന് പറയാൻ കഴിയുന്നില്ല. ലീയുമായി നടന്ന പ്രശ്നങ്ങളിൽ നിന്ന് പതിയെ മുന്നോട്ട് പോകാനായി ഡൂഹുവിന്റെ കമ്പനിയാണ് ജീവോണിനെ സഹായിക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴാണ് ലീയുടെ ആ ഗേൾ ഫ്രണ്ട് ഇവളെ പറ്റി വളരെ മോശമായ കാര്യങ്ങൾ നെറ്റിൽ പ്രചരിപ്പിക്കുന്നത് വൈറലാവുന്നത്. ഇവളൊരു ഫേമസ് വെബ്ടൂൺ ആർട്ടിസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയെ പറ്റി വരുന്ന അലിഗേഷൻസ് പെട്ടെന്ന് തന്നെ വൈറലാവുന്നു. തന്റെ ബോയ് ഫ്രണ്ടിനെ അവൾ തട്ടിയെടുത്തു എന്ന കലിപ്പിലാണ് ആ ഗേൾ ഫ്രണ്ട് ഇത്തരം കാര്യങ്ങൾ ജീവനെതിരെ പടച്ചുവിടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവളുടെ ബോയ് ഫ്രണ്ടിനെ തനിക്ക് തട്ടിയെടുക്കണ്ട എന്ന ആ ഒരു കാര്യം കൊണ്ടാണ് ജീവൻ ഈ ഒരു റിലേഷൻ തന്നെ വേണ്ടെന്ന് വെച്ച് ലീയുമായിട്ടുള്ള സർവ്വ കോണ്ടാക്റ്റും കട്ട് ചെയ്തത്. പക്ഷെ ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ ജീവനെ കരിവാരത്തേക്കാനായി അവൾ ശ്രമിക്കുന്നു. പക്ഷെ അത്രയൊക്കെ ചെയ്തിട്ടും അവളോട് ഒരു ദേഷ്യവുമില്ലാതെ തന്റെ ഇന്നസെൻസ് ആളുകൾക്ക് മനസ്സിലാവും, താൻ തന്റെ കരിയറിലാണ് ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു ജീവന്. അവൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ആഫ്റ്റർ 30 എന്ന അവളുടെ പുതിയ വെബ്ടൂൺ ആരംഭിക്കുന്നു. അവളുടെ ലൈഫിൽ നടന്ന ഇൻസിഡൻസ് കോർത്തിണക്കി വെബ്ടൂണായി അവൾ റിലീസ് ചെയ്യുമ്പോൾ അത് വളരെ പോപ്പുലറായി മാറുന്നുണ്ട്. ആളുകൾക്കെതിരെ വരുന്ന ആരോപണങ്ങൾ അത് കെട്ടിച്ചമച്ച് വിടുന്നവരുടെ കാഴ്ചപ്പാടുകളായിരിക്കാം. ചിലപ്പോ കുറച്ചുനാള് ബാക്കിയുള്ളവരെ അത് കേട്ട് തെറ്റിദ്ധരിപ്പിച്ചാലും സത്യം ഒരു നാള് പുറത്തു വരുമല്ലോ. അങ്ങനെ തന്റെ കരിയറിലെ പ്രശ്നങ്ങളെല്ലാം മാറി ജീവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് ആയിക്കൂടെ അവളുടെ മോശ സമയങ്ങളിൽ പോലും അവൾക്കെതിരെ വരാൻ പോകുന്ന ആ വലിയ ആപത്ത് മനസ്സിലാക്കി അവൾ ആട്ടി ഓടിച്ചപ്പോ പോലും നല്ലൊരു ഫ്യൂച്ചർ മാത്രം കണ്ട് കൂടെ നിന്ന ഡൂഹൂനുണ്ട്. അങ്ങനെ അവളും അവളുടെ ഫ്രണ്ട്സും ഒക്കെ ഹാപ്പിയായി അവരുടെ ഈ ലൈഫ് എൻജോയ് ചെയ്തു പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. നഷ്ടപ്പെട്ട പ്രണയം വീണ്ടും മുന്നിൽ വരുമ്പോ അത് ഡെസ്റ്റിനി ആണെന്ന് കരുതി ഉടനെ അതിൽ ചാടി വീണിട്ട് കാര്യമൊന്നുമില്ല. അതിന് പിറകെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. എന്തെങ്കിലും സീരിയസ് ആയ അത്രയ്ക്ക് വലിയൊരു മാറ്റർ ഇല്ലാതെ നമ്മളെ ഒരു ടൈം പാസിന്റെ പേരിൽ ഉപേക്ഷിച്ചു പോയ ഒരാള് തിരിച്ചു വരുമ്പോ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്താ പിന്നെ നിങ്ങളുടെ ജീവിതം ഗോവിന്ദ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം.